ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ലിറ്റിൽ ഗ്രേസസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എനിക്കൊരു സന്തോഷ വാർത്ത പറയാനുള്ളതെന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ ചാനലിൽ 2000 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും താങ്ക് യു സോ മച്ച്. എന്താ പറയുക, ഒരുപാട് സന്തോഷമുണ്ട്. 1000 സബ്സ്ക്രൈബേഴ്സ് ആയാലും ഒരു ലൈവ് വരണമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ എൻ്റെ ഫോണിൽ എന്താണെന്നറിയില്ല, ലൈവ് വരാൻ പറ്റുന്നില്ല. എന്തായാലും ഞാൻ എൻ്റെ അനിയത്തിയുടെ ഫോണിൽ നിന്ന് അല്ലെങ്കിൽ അച്ഛൻ്റെ ഫോണിൽ നിന്നോ വരാൻ നോക്കാം. അപ്പോൾ എൻ്റെ യൂട്യൂബ് സുഹൃത്തുക്കളാണ് വ്ളോഗ് ടക്കി, അതുപോലെ ടക്കി ക്രാഫ്റ്റ്, പിന്നെ റൈറ്റ് റിവ്യൂസ്, അങ്ങനെ ഒരുപാട് ചാനലുണ്ട്. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന പേരാണ് പറയുന്നത്. ബാക്കിയുള്ളവരുടെ പേര് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ചാനലൊക്കെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ടെക് ചാനലാണ്, കൂടാതെ ക്രാഫ്റ്റ് ഉണ്ടാക്കുന്ന ചാനലും ഉണ്ട്. അപ്പോൾ ഇതാണ് എനിക്ക് നിങ്ങളോട് ഒരു റിക്വസ്റ്റ് എന്നുള്ള രീതിയിൽ പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് തംബ്നെയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മുടെ മഴക്കാലത്ത് ഉപയോഗിക്കാൻ പറ്റിയ 2 ഫേസ് പാക്കുകൾ നിങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ആ ഫേസ് പാക്കുകളായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഇത് മഴക്കാലമാണെങ്കിലും ഈ സീസണിൽ മഴ കുറവാണ്, പക്ഷെ എന്നാലും നമ്മൾ മഴക്കാലത്ത് ഉപയോഗിക്കേണ്ട ഫേസ് പാക്കാണ് ഇത്. അപ്പോൾ ഇത് ഞാൻ ഓയിലി സ്കിന്നിനും ഡ്രൈ സ്കിന്നിനും സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ കോമ്പിനേഷൻ സ്കിൻ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 ഉപയോഗിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് 2 കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഉപയോഗിക്കാം. അപ്പോൾ എൻ്റേതെന്ന് വെച്ചാൽ കോമ്പിനേഷൻ സ്കിന്നാണ്. ഞാൻ ചില സമയത്ത് സെപ്പറേറ്റ് ആയിട്ട് ഉപയോഗിക്കും, അല്ലെങ്കിൽ ഞാൻ 2 കൂടി മിക്സ് ആയിട്ട് അങ്ങനെയാണ് ഞാൻ ഉപയോഗിക്കാറ്. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മഴക്കാലമായാൽ നമ്മൾ വിചാരിക്കും എന്തിനാണ് സ്കിൻ കെയർ ഒക്കെ നടത്തുന്നത്, മഴക്കാലമല്ലേ, പൊടിയൊന്നും ഉണ്ടാവില്ലല്ലോ. പക്ഷേ സ്കിന്നിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പോൾ ഈ പ്രോബ്ലംസ് ഒക്കെ വരാതിരിക്കാനുള്ള നല്ല അടിപൊളി ഫേസ് പാക്കുകളാണ്, നല്ല റിസൾട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഫേസ് പാക്ക് ഇടുന്നതിന് മുമ്പ് ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പറ്റുകയാണെങ്കിൽ ഒന്ന് ആവി കൊള്ളിക്കുക മുഖത്ത്. ഫേസ് വാഷോ അല്ലെങ്കിൽ കടലമാവോ ഇതെന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യുക ആദ്യം. എന്നിട്ട് നമ്മുടെ ഈ ഫേസ് പാക്ക് അപ്ലൈ ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ് വരെ നിങ്ങൾക്കിത് മുഖത്ത് അങ്ങനെ തന്നെ ഇടാം. എന്നിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് വെള്ളത്തിൽ കഴുകിക്കളയുക. അപ്പോൾ കഴുകുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു മസാജ് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ആഴ്ചയിൽ 4-3 തവണ നിങ്ങൾക്ക് ഈ ഫേസ് പാക്ക് ഇടാം. അപ്പോൾ ഒന്നും പറ്റാത്തവർ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇടുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ മഴക്കാലത്ത് ഉണ്ടാകുന്ന എല്ലാത്തരം സ്കിൻ പ്രോബ്ലംസിനും ഉള്ള നല്ലൊരു ഉഗ്രൻ റെമഡിയാണിത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ഓയിലി സ്കിന്നുകാർക്കുള്ള ഫേസ് പാക്കാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. കറ്റാർവാഴയുടെ പൾപ്പ്, വെള്ളരി ജ്യൂസാക്കിയത്, മുൾട്ടാണി മിട്ടി, റോസ് വാട്ടർ, ഈ 4 സാധനങ്ങളാണ് നമുക്ക് ഈ ഫേസ് പാക്കിന് വേണ്ടത്. മുൾട്ടാണി മിട്ടിക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പോ അരിപ്പൊടിയോ കടലമാവോ ഇത് എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മുടെ കറ്റാർവാഴയുടെ നീര് നിങ്ങൾക്കറിയാലോ, സ്കിന്നിന് ഏറ്റവും ബെസ്റ്റാണ്, ഹെയറിനും നല്ലതാണ്. അപ്പോൾ നമ്മുടെ മുഖത്തുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ് കറ്റാർവാഴയുടെ നീരെന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെയാണ് വെള്ളരി നീര്. ഫേസിലുള്ള മുഖക്കുരു പോവാനും അതുപോലെ തന്നെ നല്ല കളർ വയ്ക്കാനൊക്കെ വെള്ളരി സഹായിക്കും. പിന്നെ റോസ് വാട്ടർ നന്നായിട്ട് നമ്മുടെ ഫേസിനെ ക്ലീൻ ചെയ്യും. പിന്നെ എന്താ പറയുക, പിമ്പിൾസ് പോവും. പിന്നെ മുൾട്ടാണി മിട്ടി നമ്മുടെ സ്കിന്നെ നന്നായിട്ട് ക്ലെൻസ് ചെയ്യും, മുഖക്കുരു പോവും, പിന്നെ നല്ല കളറ് വയ്ക്കും, ഇതിനൊക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങാം. അപ്പോൾ 1 ടേബിൾ സ്പൂണാണ് മുൾട്ടാണി മിട്ടി എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആ കുഞ്ഞു സ്പൂൺ വെച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത്, പക്ഷേ ഏകദേശം 1 ടേബിൾ സ്പൂൺ ഉണ്ട് സംഭവം. ഇനി അതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ഓരോ സംഭവങ്ങളായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ 1 ടീസ്പൂണാണ് ഞാൻ കറ്റാർവാഴ ഒഴിക്കുന്നത്. അപ്പോൾ ഇതിൽ റോസ് വാട്ടർ 1 ടീസ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ. കാരണം ഇത് മിക്സ് ചെയ്യാൻ ആയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് വെള്ളരി നീരാണ്. അപ്പോൾ വെള്ളരി നീര് ആദ്യം 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് അനുസരിച്ച് കുറേശ്ശെയായിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് റോസ് വാട്ടർ ഇതിൽ 1 ടീസ്പൂൺ ഇടാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. അത്യാവശ്യം കുറച്ച് ലൂസുള്ളൊരു പേസ്റ്റാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് നമുക്കിതിൽ വെള്ളനീര് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്, കണ്ടില്ലേ? ഈ ഒരു പരുവത്തിലാണ് നമുക്കിത് കിട്ടേണ്ടത്. അപ്പോൾ ഇതിൽ എന്താ പറയുക, ഇതിൻ്റെ ആ കട്ടകളൊക്കെ നന്നായിട്ട് ഉടച്ചെടുക്കണം കേട്ടോ. ഈ മുൾട്ടാണി മിട്ടി എന്ന് പറയുമ്പോൾ നമ്മളതിൽ എന്തെങ്കിലും ലിക്വിഡ് ഒഴിച്ച് കഴിഞ്ഞാൽ അത് ഇങ്ങനെ കട്ടയായിട്ടിരിക്കും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് റെഡിയായി. അപ്പോൾ നിങ്ങൾ കൂടുതൽ ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ ഒരു അടച്ച് വയ്ക്കുന്ന ഒരു ചെറിയൊരു പാത്രത്തിൽ ഇട്ടിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം.
അപ്പോൾ നിങ്ങൾക്ക് ഒരു 5 ദിവസം വരെയൊക്കെ ഈ ഫേസ് പാക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഡ്രൈ സ്കിന്നുകാർക്കുള്ള ഫേസ് പാക്കാണ് ഇനി ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അത് ഡ്രൈ സ്കിന്നുകാർ മാത്രം ഉപയോഗിക്കുക. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ അരിപ്പൊടി, പപ്പായ, തക്കാളി, പിന്നെ റോസ് വാട്ടർ, ഈ 4 സാധനങ്ങളാണ്. അരിപ്പൊടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആവും. അതൊരു ക്രിസ്റ്റൽ ക്ലിയർ സ്കിന്ന് നമുക്ക് അരിപ്പൊടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ കിട്ടും. അതുപോലെ തന്നെയാണ് തക്കാളി, അതുപോലെ പപ്പായ. ഇത് രണ്ടും വെച്ചാൽ മോക്കുരു വരാതിരിക്കാൻ, അതുപോലെ മോക്കുരുവിൻ്റെ പാടുകൾ പോവാനും നല്ല കളർ വയ്ക്കാനൊക്കെ നമ്മളെ സഹായിക്കും. പിന്നെ റോസ് വാട്ടർ മോക്കുരുവിൻ്റെ പാട് പോവാൻ, മോക്കുരു വരാതിരിക്കാൻ, നമുക്ക് നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ സ്കിന്ന് കിട്ടാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാനൊരു ബൗളെടുത്തു. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അരിപ്പൊടിയാണ് നമുക്കിതിൽ കൂടുതൽ ക്വാണ്ടിറ്റി വേണ്ടത്. പിന്നെ ബാക്കി വന്നാൽ കുറേശ്ശെ, അതായത് പപ്പായയും ടൊമാറ്റോയും ഓരോ ടീസ്പൂണാണ്. അപ്പോൾ ഞാനിവിടെ തക്കാളി എന്ന് പറയുന്നത് വെള്ളമൊന്നും ചേർക്കാതെ നല്ല തിക്ക് പേസ്റ്റാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊരു ടീസ്പൂണ്. അതേപോലെ തന്നെ വെള്ളം ചേർക്കാതെ അരച്ചതാണ് പപ്പായ, അതും 1 ടീസ്പൂൺ ഇട്ടു. ആദ്യം ഈ 3 സംഭവങ്ങളും കൂടി ഒന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള റോസ് വാട്ടർ കുറേശ്ശായിട്ട് ചേർത്ത് കൊടുക്കുക. അതാണ് ഇതിൻ്റെ ഒരു രീതി. അപ്പോൾ ഇവിടെ ഞാൻ റോസ് വാട്ടറാണ് നമുക്ക് ഒരു മിക്സിങ് ഏജൻ്റായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ 1 ടീസ്പൂണാണ് ചേർക്കുന്നത്. പിന്നെ നമുക്കിതിൻ്റെ ആ തിക്നെസ് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് കുറേശ്ശായിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ അതിൽ കട്ടകളൊന്നും ഉണ്ടാവാതെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് റെഡിയായി. ഇനി ഇത് നമുക്ക് എന്താ പറയുക, ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കാം. ഒരാഴ്ചയോളം കേടൊന്നും വരില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫേസ് പാക്ക് എങ്ങനെ ഫേസിൽ ഇടാന്നുള്ളത് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ മഴക്കാലത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു സമയത്ത് സ്കിൻ കെയറും ഹെയർ കെയറും നടത്തിക്കഴിഞ്ഞാൽ നല്ല ബെസ്റ്റ് റിസൾട്ടാണ് കിട്ടുക. അപ്പോൾ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്തു. അപ്പോൾ ഇവിടെ ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇന്ന് അപ്ലൈ ചെയ്യാൻ പോണത്. അപ്പോൾ ഞാനിത് തുടങ്ങിയപ്പോൾ ഫോക്കസ് ഔട്ടായിപ്പോയി. അത് ഞാൻ എഡിറ്റിങ്ങിലാണത് കണ്ടത്. നമ്മൾ ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇത് ഉണങ്ങാൻ തുടങ്ങുമ്പോൾ സംസാരിക്കരുത്. അതുവരെ നിങ്ങൾക്ക് സംസാരിക്കുക ചെയ്യാം. പിന്നെ മിണ്ടാതെ ഒരു ഭാഗത്ത് പോയിരുന്നോളൂ. അപ്പോൾ കണ്ണിൻ്റെ ഏരിയയിൽ നിങ്ങൾക്ക് ഇടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അവിടെ ഇടയ്ക്ക് നനച്ചെടുത്താൽ മതി വെള്ളം കൊണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ കോട്ടണോ നനച്ചിട്ട് അവിടെ ഇങ്ങനെ വെച്ചെടുക്കുക. അതല്ലെങ്കിൽ നമ്മുടെ വെള്ളരി ഉണ്ടല്ലോ അത് മുറിച്ചിട്ട് അതും വെച്ചെടുക്കാം. അപ്പോൾ അത് നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ ഞാൻ കണ്ണിന് താഴെയൊക്കെ ഇടുന്നുണ്ട്. നമ്മൾ ഏത് ഫേസ് പാക്ക് ഇടുമ്പോഴും കഴുത്തിലും കൂടി ഇടാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഫേസും നെക്കും ഒരു ഈവൻ ആയിട്ടുള്ള ഒരു സ്കിൻ ടോൺ കിട്ടും. പിന്നെയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെവിയിലും ഇടാം. ഇപ്പോൾ എൻ്റെ ചെവി ഫ്രീ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ അവിടെ ഇടാത്തത്. ചെവിയിലൊക്കെ ഇടുമ്പോൾ ചെവി കമ്മലൊക്കെ നമ്മൾ ഊരി വയ്ക്കണം. അപ്പോൾ അത് മാത്രമല്ല, നമ്മൾ ഈ കഴുത്തിലൊക്കെ ഇടുമ്പോൾ മാലയൊക്കെ ഊരി വയ്ക്കുന്നതാണ് അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഫേസ് പാക്ക് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞു. ഇനി ഇത് ഉണങ്ങണം. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇവിടെ ഒന്ന് നനച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് ഇടയ്ക്കൊന്ന് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ അവിടെ ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു പഞ്ഞിയിൽ വെള്ളമാക്കിയിട്ട് അവിടെ അങ്ങനെ നനച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ ആ പഞ്ഞി വെച്ചിട്ട് ഇങ്ങനെ കണ്ണടച്ച് കിടക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കഴുകാം. അതിന് മുന്നേ ഒരു ചെറിയ മസാജ് ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് ആദ്യം നമ്മുടെ ഫേസ് ഒന്ന് നനയ്ക്കണം, എന്നിട്ട് വേണം ഈ മസാജ് ചെയ്യാൻ കേട്ടോ.
അപ്പോൾ ഇത് നല്ല തണുത്ത വെള്ളം ഉപയോഗിച്ച് ഞാൻ ഫേസ് എല്ലാം നന്നായിട്ട് കഴുകി. ഇനി ജസ്റ്റ് ഒന്ന് ടവൽ കൊണ്ട് ഒപ്പി കൊടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്യാം. ഫേസ് പാക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഷെയർ ചെയ്യുക. പിന്നെ എന്താ പറയുക, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് ചോദിക്കാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.